ഹായ് കുട്ടികളെ, അടുത്തൊരു ലെറ്റർ കൂടി ഇടാം. ലെറ്റർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ലെറ്റർ. അപ്പോൾ ഒഫീഷ്യൽ ലെറ്ററും ബിസിനസ് ലെറ്ററും ഇട്ടു. ഇനി അടുത്തത് ഗവൺമെൻറ് ലെറ്റർ, സെക്രട്ടേറിയറ്റ് ലെറ്റർ എന്നും പറയാം. ഗവൺമെൻറ് ലെറ്ററാണ്. അപ്പോൾ ആദ്യം ഗവൺമെൻറ് ലെറ്ററിൽ ഈ ഫ്രം അഡ്രസ്സ് കിടക്കുന്നത് നോക്കണം. ഫ്രം അഡ്രസ്സിലാണ് എപ്പോഴും നമ്മൾ ഹെഡിങ് ഇടുന്നതും എല്ലാം. വലതുവശത്ത് അടിക്കുന്ന പ്ലേസും എല്ലാം ഫ്രമ്മിലുള്ളതാണ്. ടൂവിൽ എടുത്ത് അങ്ങനെയൊന്നും അടിക്കരുത്. ടു അഡ്രസ്സിലത് അങ്ങനെയൊന്നും അടിക്കരുത്. അപ്പോൾ ഫ്രമ്മിൽ ഏതാണ് കിടക്കുന്നത്? ഗവൺമെൻറ് ഓഫ് കേരള. ഗവൺമെൻറ് ഓഫ് കേരള. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരടിക്കണം. ഗവൺമെൻറ് ഓഫ് കേരള എന്നിട്ടിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഈ ക്വസ്റ്റ്യനിൽ ഏതാണ്? ഹോം എച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഹോം എച്ച് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് പ്ലേസും ഡേറ്റും അടിക്കണം. ഫ്രം അഡ്രസ്സിൽ പ്ലേസും ഡേറ്റും അത് നോക്കണം. ഏതാണ്? തിരുവനന്തപുരം. ഡേറ്റ് 24 മാർച്ച് 2019 എന്നടിക്കണം. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം. ഫുൾ സ്റ്റോപ്പും കൊടുത്തിട്ട് അതിൻ്റെ നേരെ നമ്പർ അടിക്കണം. ലെറ്റർ നമ്പർ കണ്ടില്ലേ ക്വസ്റ്റ്യനിൽ? ലെറ്റർ നമ്പർ. അത് കഴിഞ്ഞ് വീണ്ടും ഫ്രം അടിക്കണം. ഫ്രം അടിച്ചിട്ട് ഫ്രമ്മിലുള്ളതാണ് ദി അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവൺമെൻറ്. അത് മാത്രം അടിച്ചാൽ മതി. അവിടെ പ്ലേസ് അടിച്ചല്ലോ, തിരുവനന്തപുരം അടിച്ചല്ലോ. ബാക്കി വേറൊന്നും അടിക്കണ്ട. ദി അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ഗവൺമെൻറ് എന്ന് മാത്രം അടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ടു അഡ്രസ്സ്. ടു അഡ്രസ്സിലാണ് ഇതിൽ കിടക്കുന്നത് ദി സ്റ്റേറ്റ് പോലീസ് ചീഫ്. ദി സ്റ്റേറ്റ് പോലീസ് ചീഫ്, തിരുവനന്തപുരം. ഇത് രണ്ടും അടിക്കണം. അവിടെ പ്ലേസ് തിരുവനന്തപുരം തന്നെ വച്ചേക്കുന്നത്. ഓക്കെ, അതടിച്ചിട്ട് പിന്നെ സർ അടിക്കണം. സാധാ മറ്റേ ലെറ്റർ അടിക്കും പോലെ തന്നെ സബ് അടിക്കണം, റഫ് അടിക്കണം. അതുപോലെ തന്നെ കണ്ടൻറ്റും അടിക്കണം. കറക്റ്റ് കൊടുത്തിരിക്കുകയെന്നല്ലോ ഈ ക്വസ്റ്റ്യനിൽ. എന്നിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി വെച്ചിട്ട് അതിൽ ഒപ്പുണ്ട്, സൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ട് 3 സ്പേസ് കൊടുത്താൽ മതി. 4 സ്പേസ് കൊടുക്കണ്ട. അവിടെ ST ബാർ ഒരു ഹൈഫൺ ഇട്ടിട്ട് സിംഗിൾ സ്പേസിൽ തന്നെ പേരടിക്കണം. നെയിം M ശിവശങ്കരൻ എന്ന് ക്യാപ്സിൽ അടിക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ അടിക്കണം. അടുത്തത് ഡെപ്യൂട്ടി സെക്രട്ടറി എന്ന് അടിക്കണം. എന്നിട്ട് ഫോർ വെച്ചിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി. ഇങ്ങനെ സിംഗിളിൽ തന്നെ അടിക്കണം. സിംഗിൾ കേട്ടോ. അവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞ് 3 സ്പേസ്, അത് മറക്കണ്ട. 3 സ്പേസ് കഴിഞ്ഞിട്ട് സൈൻ SD എന്ന് അടിക്കണം. അത് കഴിഞ്ഞ് മൊത്തവും സിംഗിൾ സ്പേസിൽ മതി. കാരണം സൈൻ ഇല്ലെങ്കിൽ നമ്മൾ 4 സ്പേസാണ് ഇടുന്നത്. സൈൻ ഉള്ളത് കൊണ്ട് 3 സ്പേസ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കഴിഞ്ഞിട്ട് 3 സ്പേസ്. ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാവരും നല്ല നീറ്റായിട്ട് അടിച്ചു കൊടുക്കണം. ഇന്ന് പരീക്ഷ കഴിഞ്ഞതാണ്. ഇനി നാളെയും മറ്റന്നാളും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിച്ചിട്ട് പോയാൽ നല്ലവണ്ണം പരീക്ഷ എഴുതാൻ പറ്റും. ഇന്ന് ഒത്തിരി പേരൊക്കെ ഉപയോഗപ്പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു. ഇന്നലെ ഇട്ട ഒഫീഷ്യൽ ലെറ്റർ ഒത്തിരി പേര് നോക്കി അവർക്ക് ഉപയോഗപ്പെട്ടു എന്ന് രാവിലെയും വിളിച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ലെറ്റർ കൂടി ഇന്നലെ ഇടണം എന്ന് വിചാരിച്ചതാണ്. പറ്റിയില്ല. ഇപ്പോഴേ സമയം കിട്ടിയുള്ളൂ. ഓക്കെ, നാളെ നല്ലതായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ.